SIP-നെക്കാളും FD-ക്ക് കൂടുതൽ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് കഴിയുമോ? ഇപ്പോൾ FDs ആണെങ്കിൽ ആവറേജ് ഒരു 6% റിട്ടേൺസ് ആനുവലി നൽകും. ഇനിയിപ്പോൾ SIP ആണെങ്കിൽ നമുക്കൊരു 12% റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാസം ഒരു 500 രൂപ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ FD ആണെങ്കിൽ നമുക്കൊരു 3,75,000 രൂപ ലഭിക്കും. ഇപ്പോൾ SIP ആണെങ്കിൽ 8,51,000 രൂപ. ഇനിയിപ്പോൾ നമ്മൾ മാസം ഒരു 1000 രൂപ വെച്ച് ഇടുവാണെങ്കിലോ FD-ലാണെങ്കിൽ നമുക്ക് 7.5 ലക്ഷം രൂപ നമുക്ക് ലഭിക്കും. SIP ആണെങ്കിൽ 17,02,000 രൂപ. ഇനിയിപ്പോൾ നമ്മൾ ഒരു 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ FD-ലാണെങ്കിൽ നിങ്ങൾക്ക് 14,97,000 രൂപ ലഭിക്കും. ഇനി SIP-ലാണെങ്കിൽ 34,04,000 രൂപയായിരിക്കും. ഇനി നമ്മളൊരു 5000 രൂപ വെച്ച് മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് FD-ലാണെങ്കിൽ 37,43,000 രൂപ ലഭിക്കും. നമുക്ക് SIP ആണെങ്കിലോ 85,11,000 രൂപയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മാസം ഒരു 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ FD-ലാണെങ്കിൽ നിങ്ങൾക്ക് 74,87,000 രൂപ ലഭിക്കും. ഇത് നിങ്ങൾ SIP-ലാണെങ്കിൽ നിങ്ങൾക്ക് 1,70,00,000 രൂപ ലഭിക്കും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈവൻ 500 രൂപ വെച്ച് മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ പോലും അത് വലിയൊരു മാറ്റം കൊണ്ടുവരും. സോ ഇങ്ങനെയായിരിക്കും 25 വർഷത്തിൽ നിങ്ങളുടെ പണം വളരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, FD എപ്പോഴും എന്താണ് സേഫ് ആണ്. പക്ഷേ SIP വഴി നമുക്ക് ലോങ് ടേമിൽ എന്താണ് സമ്പത്ത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിൽ ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അത് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യുക.